സജ്ജനങ്ങളെ നമസ്കാരം. നമ്മുടെ ഒരു പഠിതാവിൻ്റെ ചോദ്യമാണ്, ജന്മനക്ഷത്ര പൂജ നടത്തുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? സാധാരണഗതിയിൽ നമ്മൾ ഇംഗ്ലീഷ് വർഷ കലണ്ടർ അനുസരിച്ചാണ് നമ്മുടെ ജന്മദിനം ആഘോഷിക്കുന്നത്. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ലോകം അങ്ങനെയാണ്. ജന്മദിനം ആഘോഷിക്കുന്നത് തെറ്റല്ല. പക്ഷെ അത് നമ്മുടെ ജന്മനക്ഷത്ര പ്രകാരം ആചരിക്കുന്നതാണ് ഭാരതീയമായ ആഘോഷം. കാരണം നമുക്കെല്ലാം ഗ്രഹനില അനുസരിച്ച് ഒരു ജന്മനക്ഷത്രം ഉണ്ടാവും. അശ്വതി നക്ഷത്രം ഈ മാസം ഈ ദിവസം 2020 ഒക്ടോബർ 30 ഒരു കുഞ്ഞ് ജനിക്കുന്നു. അപ്പോൾ ഈ സമയത്തിന് ഗ്രഹനിലയും ഒരു നക്ഷത്രവും ഉണ്ട്. ഈ നക്ഷത്രം അടുത്ത വർഷം ഏത് സമയത്താണോ വരുന്നത് അതാണ് ജന്മദിനം. അത് ഒക്ടോബർ 30 തന്നെ അടുത്ത വർഷം വരണമെന്നൊരു നിർബന്ധവുമില്ല. പക്ഷെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് വർഷ കലണ്ടർ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ അങ്ങനെ ആചരിക്കുന്നു. എന്നാൽ സത്യമായിട്ടും ആചരിക്കേണ്ടത് നക്ഷത്രപ്രകാരം ആചരിക്കുന്നത് ഭാരതീയമായ ആചാരമാണ്. നമുക്ക് അങ്ങനെ തിരഞ്ഞെടുത്തുകൂടെ? എന്താ ബുദ്ധിമുട്ട്? ജന്മനക്ഷത്രം എല്ലാ വർഷവും വരുമല്ലോ. ആ നക്ഷത്രപ്രകാരം നമ്മൾ ആചരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ പല ആഘോഷങ്ങളും ചെയ്യുന്നത്. അങ്ങനെയാണ്. ഇപ്പം നവരാത്രി വ്രതമൊക്കെ നമ്മുടെ ഇംഗ്ലീഷ് മാസ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. അതുകൊണ്ടാണ് അവിടെ ഇന്ന് ഈ വർഷം 11 ദിവസമൊക്കെ വന്നതായിട്ട് ആളുകൾക്ക് തോന്നിയത് ഈ നമ്മുടെ സായിപ്പിൻ്റെ കലണ്ടർ നോക്കുന്നതുകൊണ്ടാണ്. ജന്മനക്ഷത്ര പ്രകാരം ആചരിക്കുക, ആ നക്ഷത്രപ്രകാരം ആ കുട്ടി വളർത്തേണ്ട സസ്യമേത് എന്ന് മനസ്സിലാക്കുക, അതിനെ സംരക്ഷിക്കുക. എങ്ങനെ ജന്മദിനം ആഘോഷിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് സമഗ്രമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഒരു ശാപവും കുഞ്ഞിൻ്റെ മേലേക്ക് വീഴരുത്. അതുകൊണ്ട് 100 കോഴിയെ കൊന്ന് ബിരിയാണി കൊടുക്കലല്ല ജന്മദിനാഘോഷം. നിലവിളക്ക് തെളിയിച്ച് അതിന് മുന്നിൽ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. ആ ജന്മദിന മന്ത്രമൊക്കെ നമ്മൾ മുമ്പ് പാഠശാലയിൽ വിട്ടിട്ടുണ്ട്. ജന്മദിനം എന്ന് പറയുന്നത് കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ആ വളർച്ചയെ ഓർമ്മിപ്പിക്കുമ്പോൾ കൂടെ കടമകളെ കൂടി ഓർമ്മിപ്പിക്കലാണ്. ആ കടമകളിൽ നിന്ന് ഉത്തമ പൗരനായിട്ട് വളരണം. മാതാപിതാക്കളെ ദേവതുല്യരായി കണ്ട് അവരെ ഒരിക്കലും വൃദ്ധസദനത്തിൽ അയക്കാതെ അവർക്ക് ഓരോ ജന്മദിനത്തിനും അച്ഛനമ്മമാർ നൽകുന്ന ആ സന്ദേശമുണ്ടല്ലോ, ആ സന്ദേശത്തിലൂടെയാണ് കുട്ടി വളരുന്നത്. അല്ലാതെ സാധാരണഗതിയിൽ കുട്ടി എന്താണ് കാണുന്നത്? ആയിരക്കണക്കിന് ആളുകളെയൊക്കെ നമ്മൾ വിളിക്കും, ലക്ഷക്കണക്കിന് രൂപ പൊടി പിടിക്കും. കുട്ടിക്ക് 5 വയസ്സാണെങ്കിൽ 5 മെഴുകുതിരി വെക്കും, അവനോട് ഊതിക്കെടുത്താൻ പറയും. അപ്പോൾ വെളിച്ചം ഊതിക്കെടുത്തുന്നു അവൻ. വെളിച്ചം തെളിയിക്കേണ്ട കുട്ടി, സമസ്ത ലോകത്തിനും വെളിച്ചം തെളിയിച്ചു കൊടുക്കേണ്ട കുട്ടിയെ കൊണ്ട് വെളിച്ചം ഊതിക്കെടുത്തിച്ചിട്ട് ജന്മദിനം ആഘോഷിക്കുന്നു. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നു. കുറേ കേക്കുകൾ മുറിച്ചു കൊടുക്കുന്നു. കേക്കൊക്കെ മുറിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഒക്കെ നല്ലത് തന്നെ. പക്ഷേ എങ്ങനെയാണ് നമ്മുടെ ജന്മദിനം? സമഗ്രമായിട്ട് നാം ആ വിഷയം ചർച്ച ചെയ്തതുകൊണ്ട് ഇപ്പം നാം അതിലേക്ക് കടക്കുന്നില്ല. മറിച്ച് നമുക്കെല്ലാ സജ്ജനങ്ങളെയും വിളിക്കാം. ഓം ശതം ജീവ ശരദോ വർദ്ധമാന ശതമു ഹേമന്താൻ ശതമു വസന്താൻ. ആ തുടങ്ങുന്ന ശതവും ശരത്കാലവും ഹേമന്തകാലവും വസന്തകാലവും എല്ലാം കണ്ടുകൊണ്ട് 100 വർഷക്കാലം കുഞ്ഞെ നീ വളരുക, സമസ്ത ലോകത്തിനും വെളിച്ചം വിതറിക്കൊണ്ട് നീ വളരുക എന്ന് ആശംസിച്ച് അവനെ കൊണ്ട് നിലവിളക്ക് തെളിയിച്ച് അവനെ കാണുവാനും ആശംസകൾ അർപ്പിക്കുവാനും വന്നവർ അവൻ്റെ മുന്നിൽ ഒരു ചിരാതിന് തീ കൊടുത്ത് ആ വെളിച്ചം കൊണ്ട് പ്രഭാപൂരിതമാക്കേണ്ട അവൻ്റെ ജീവിതത്തെ വെളിച്ചമൂതിക്കെടുത്തിയിട്ട് ആഘോഷിക്കുന്ന അല്പത്തരൊക്കെ ഉണ്ട്. നാം മാറ്റണം. നാം നമ്മുടെ ആചരണങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും സമഗ്രമായി തിരിച്ചു വരണം. നല്ലതിനെ ആര് ചെയ്താലും നമുക്ക് സ്വീകരിക്കാം. പക്ഷേ വെളിച്ചം ഊതിക്കെടുത്തുന്നതിലുള്ള യുക്തി എന്താണ് എന്ന് എത്ര ആലോചിച്ചും നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ജന്മനക്ഷത്രം ഏതാണോ അത് പ്രകാരം ജന്മദിനം ആഘോഷിക്കുന്നത് ഉത്തമമാണ് എന്ന് സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. പിറന്നാൾ ആശംസ. ഓം ശതം ജീവ ശരദോ വർദ്ധമാന ശതം ഹേമന്താൻ ശതമു വസന്താൻ ശതമിന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതി ശതായുഷാം ഹവിഷേമം പുനർദുഃ. ഓ
ശതം ജീവശരദോ വർദ്ധമാന ശതം ഹേമന്താൻ ശതമു വസന്താൻ ശതമിന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതി ശതായുഷാം ഹവിഷേമം പുനർദുഃ ഓ ശതം ജീവ ശരദോ വർദ്ധമാന ശതം ഹേമന്താൻ ശതമു വസന്താൻ ശതമിന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതി ശതായുഷാ ഹവിഷേമം പുനർദുഃ. അർത്ഥം: അങ്ങ് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി 100 ശരത്കാലം വരെ, 100 ഹേമന്തകാലം വരെ, 100 വസന്തകാലം വരെ ജീവിച്ചിരിക്കുമാറാകട്ടെ. ദീർഘായുസ്സായിരിക്കട്ടെ. ഇന്ദ്രൻ, അഗ്നി, സവിത, ബൃഹസ്പതി തുടങ്ങിയ എല്ലാ ദേവതകളും ഭക്തി പുരസ്സരം സമർപ്പിക്കപ്പെടുന്ന ഹവിസും മറ്റും സ്വീകരിച്ച് പ്രസാദിച്ച് അങ്ങയെ 100 വർഷക്കാലം ആയുരാരോഗ്യ സൗഖ്യങ്ങളോടുകൂടി ജീവിക്കുവാൻ അനുഗ്രഹിക്കും.